എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു 4 മണി പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സുഖിയനാണ്. നമുക്ക് എളുപ്പത്തിൽ വീടുകളിൽ എങ്ങനെ തയ്യാറാക്കുന്നു. നമ്മൾ സുഖിയൻ ഉണ്ടാക്കാനായിട്ട് ഒരു 50 ഗ്രാം പയർ വേവിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 4 പേർക്ക് കഴിക്കാൻ പറ്റും. അതേ രീതിയിലാണ് നമ്മൾ സുഖിയൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളൊരു 20 ഗ്രാം അവലെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ്, രുചിക്കും നല്ലതാണ് അവലെടുത്തിരിക്കുന്നത്. നമ്മൾ ചെറിയ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സുഖിയന് വേണ്ടി ബാറ്റർ തയ്യാറാക്കാനായിട്ട് നമ്മളൊരു 50 ഗ്രാം ഏകദേശം വരുന്ന ഒരു റൈസ് പൗഡർ എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ മൈദ എടുത്തിട്ടുണ്ട്. 1 പിഞ്ച് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യം നമ്മൾ ഏലക്കപ്പൊടിയും ചേർക്കുന്നുണ്ട്. രുചിക്ക് മാറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജീരകം ചേർക്കുന്നുണ്ട്. കളറിന് ആവശ്യമായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്കിത് മിക്സിങ്ങിലേക്ക് പോകാം. നമുക്കിതിലേക്ക് വേവിച്ച പയർ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ അവലും ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ പറയാൻ വിട്ടുപോയി, ഇതിലേക്ക് നമ്മൾ ഒരു നുള്ളു തേങ്ങയും കാഷ്നട്ടും കറുത്ത എള്ളും ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ജീരകപ്പൊടി, ഒരു നുള്ളു ഉപ്പ്, ഏലക്കയും പഞ്ചസാരയും പൊടിച്ചതാണ് നമ്മളൊരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നമുക്ക് ഇതിനെ നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ഇതിലേക്ക് ലേശം ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം മധുരത്തിന്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബോളാക്കി എടുക്കുക. നമ്മുടെ സുഖിയനുള്ള പയറൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ബോളുകളായി ഉരുട്ടി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. സുഖിയൻ ബോളുകളായി ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഈ ബാറ്റർ തയ്യാറാക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഏകദേശം 50 ഗ്രാം വരുന്ന മൈദ ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളൊരു 3 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ഇടുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കൈ ചെയ്യുമ്പോൾ നല്ല കടുപ്പമായിട്ടിരിക്കും, ഫുള്ള് സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ 3 സ്പൂൺ ചേർക്കുന്നുണ്ട്. കുറച്ച് സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ലേശം ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട്. അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറോ ഇത് വേണ്ടി ചേർക്കാവുന്നതാണ്. ഇത് ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ബാറ്റർ ഉണ്ടാക്കി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി, മാവ് റെഡിയാവും. ലേശം ഉപ്പിട്ട് കൊടുക്കുക. മാവിന് ചെറിയൊരു മധുരപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലേശം ഏലക്കയും പഞ്ചസാരയും പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ലേശം കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നന്നായിട്ടിരുന്നു ഈ പഴംപൊരി ബാറ്ററൊക്കെ ഉണ്ടാക്കണം അതേ രീതിയിൽ നമുക്ക് ഒത്തിരി ലൂസ് ആവാനും പാടില്ല, പിന്നെ ഒത്തിരി ടൈറ്റ് ആവാനും പാടില്ല. അതേ രീതിയിൽ നമുക്ക് ഇങ്ങനെ കുഴച്ചെടുക്കാം. നമ്മൾ വീട്ടിലൊക്കെ പയറുതോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേ രീതിയിൽ പയർ വേവിക്കുമ്പോൾ കുറച്ച് മാറ്റി വെച്ച് നമുക്ക് ഈവനിങ് കുട്ടികൾക്കൊക്കെ സുഖമായിട്ട് നമുക്ക് സുഖിയൻ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. നമ്മുടെ ബാറ്റർ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സുഖിയൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എല്ലായിടത്തു നിന്ന് ഇരട്ടി ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സുഖിയൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ഗ്ലാസിൻ്റെ പാത്രത്തിലേക്ക് മാറ്റാം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയ 4 മണി പലഹാരം സുഖിയൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ വീടുകളിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയ അടിപൊളി 4 മണി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.